അർച്ചന ഗംഗോത്രി ഭാഗം 18. കാർത്തിക് ഗംഗയോട് അകത്തേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നേരെ പാലാ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെയും പരിചയമുള്ള 2-3 പോലീസുകാരുണ്ടായിരുന്നു. CC ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അതാരാണ് ഇട്ടത് എന്നറിയാൻ കഴിയുമോ എന്നതായിരുന്നു കാർത്തിയുടെ ശ്രമം. പിന്നീട് അവൻ ചിന്തിച്ചത് മിക്കവാറും അവർ നേരിട്ട് ഇടപെടാൻ സാധ്യതയില്ല. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് ഇടാൻ പറഞ്ഞതാവാം. എന്നാലും അവൻ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് ഒരു ഫ്രീക്കൻ പയ്യനാണ് അതെടുത്തെറിഞ്ഞത്. പെട്ടെന്ന് എറിഞ്ഞിട്ട് വണ്ടിയുടെ ഇടയിലൂടെ അതിവിദഗ്ധമായി അവൻ ഓടുന്നുണ്ട്. കാർത്തി ഓരോ ക്യാമറയിലെയും ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരുന്നു. പാലത്തിൻ്റെ താഴേക്കാണ് അവൻ ഓടുന്നത്. അപ്പോഴാണ് ഇടതുവശത്തു നിന്ന് മുകളിലേക്ക് കയറി വരുന്ന റോഡിലൂടെ ഒരു നീല കളർ കാർ കയറി വന്നത്. ആ വണ്ടിയുടെ ഉള്ളിൽ ബാക്ക് സീറ്റിൽ ആരോ കുനിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാർത്തി വണ്ടി വേഗം സൂം ചെയ്തു നോക്കി. പിന്നെ അതിൻ്റെ നമ്പർ എടുത്ത് ഫോണിൽ ആർക്കോ നമ്പർ വിളിച്ചു പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ കാറിൻ്റെ വിശദ വിവരങ്ങൾ കിട്ടി. അവരുടെ നമ്പറിലേക്ക് കാർത്തി വിളിച്ചു. കാർത്തി സംസാരിച്ചിട്ട് വന്നപ്പോൾ SI ചോദിച്ചു, അവരെന്തു പറഞ്ഞു? എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരുടെ കാറിൻ്റെ മുമ്പിലേക്ക് ഒരു പയ്യൻ ചാടുകയായിരുന്നു. വണ്ടി തട്ടിയപ്പോൾ അവർ പെട്ടെന്ന് കാർ നിർത്തി. അവനെ കാറിൽ കയറ്റി മരിയനിലേക്ക് കൊണ്ടുപോയി. പയ്യൻ്റെ പേരും അഡ്രസ്സും ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ മരിയനിലേക്കൊന്ന് പോവുകയാണ്. അവിടുത്തെ CC ക്യാമറയിൽ അവൻ്റെ മുഖം കിട്ടുമല്ലോ, നോക്കട്ടെ പോക്കാൻ പറ്റുമോ എന്ന്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ വിളിക്കും, കാർത്തി പറഞ്ഞു. മരിയനിൽ നിന്ന് കിട്ടിയ ഫോട്ടോ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാർത്തി അയച്ചു. സ്റ്റേഷനിലും അവൻ്റെ വിവരങ്ങൾ തിരക്കാനായി പറഞ്ഞു. ഗംഗോത്രിക്കും അവൻ ആ ഫോട്ടോ അയച്ചിരുന്നു. അവളുടെ ആളുകൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ എളുപ്പമാകും. ഫോറൻസിക് ലാബിൽ നിന്ന് കാർത്തിയുടെ സുഹൃത്ത് അവനെ വിളിച്ചു. കാർത്തി, അത് മനുഷ്യരക്തം തന്നെയാണ്, പക്ഷേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം 3-4 പേരുടെ രക്തം കലർത്തിയാണ് അത് അയച്ചിരിക്കുന്നത്. നീ സൂക്ഷിക്കണം കാർത്തി. ഗംഗയെ നല്ലപോലെ ശ്രദ്ധിക്കണം. അവർ നിസ്സാരക്കാരല്ല, കാരണം അവർ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. കാർത്തിയും അത് തന്നെയാണ് ആലോചിച്ചത്. അവന്മാർ പറഞ്ഞതുപോലെ ഒരു കിഡ്നാപ്പ് ഏത് നിമിഷവും സംഭവിക്കാം. കാർത്തി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആദ്യം ഗംഗയുടെ അടുത്തേക്കാണ് പോയത്. അവളെ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷെ ഗംഗയുടെ മുറിയിൽ അവൾ ഉണ്ടായിരുന്നില്ല. അവൻ വേഗം അച്ചമ്മയുടെ മുറിയിലേക്ക് പോയി. അച്ചമ്മേ, ഗംഗ എവിടെ? അവളെ ആരോ ഫോണിൽ വിളിക്കുന്നത് കേട്ടു. പിന്നീട് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഒന്നും കഴിച്ചതുപോലുമില്ല പാവം. ഞാൻ ചോദിച്ചതാണ് എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ അവൾ പറഞ്ഞില്ല. നിന്നോട് പറഞ്ഞിട്ട് ടെൻഷൻ ആക്കണ്ട എന്ന് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ അച്ചമ്മയെ ശ്രദ്ധിക്കണമെന്ന്. അവളെ ആരാ വിളിച്ചത്? എന്താണ് അവർ സംസാരിച്ചത്? എന്തേലും അറിയാമോ? അവൻ വേഗം ഫോണിൽ അവളെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഡ്രൈവർ കൂടെയുണ്ടോ? ഇല്ല, അവൾ തന്നെ പോയത്. കാർത്തി ഭ്രാന്ത് പിടിച്ചതുപോലെ പുറത്തേക്ക് ഇറങ്ങി ഓടി. അവൻ ആരൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കാണ് അവൻ വിളിച്ചത്. അവളുടെ കാർ ഏത് റൂട്ടിലാണ് എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ഉദ്ദേശം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് അവൻ പെട്ടെന്ന് കാറുമായി പിന്നാലെ. ഇടയ്ക്കിടെ അവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. 1 മണിക്കൂർ മുമ്പോട്ട് പോയതിന് ശേഷമാണ് ഗംഗയുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടത്. അവൻ വേഗം കാർ ഒതുക്കി അങ്ങോട്ട് ഓടിച്ചെന്നു. പക്ഷേ കാറിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ഒരു പേപ്പർ അവൻ കണ്ടത്. അവൻ വേഗം അതെടുത്ത് തുറന്നു നോക്കി. നമ്മുടെ ഗെയിം ഇവിടെ തുടങ്ങുന്നു. കാർത്തി പേടിയോടെ വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കി. അവന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നത്. അവൻ പെട്ടെന്ന് കോൾ എടുത്തു. സന്തോഷത്തോടെ തിരിച്ചു പൊയ്ക്കോളൂ കാർത്തി. എൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കണമെങ്കിലാവാം. എനിക്കൊരു വിരോധവുമില്ല. നീ ഒരു ആൺകുട്ടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് തകർക്കുമോ കാർത്തി? യു ബ്ലഡി! ധൈര്യമുണ്ടെങ്കിൽ ആണുങ്ങളോട് കളിക്കടാ. എൻ്റെ നേരെ വാ. നീ ഏത് നായിൻ്റെ മോനാണെങ്കിലും നിന്നെപ്പോലെ ഭീരുക്കൾ പെണ്ണുങ്ങളോട് ഏറ്റുമുട്ടും. നീ ആണാണെങ്കിൽ ഈ കാർത്തിക് ശങ്കർ മഹാദേവൻ്റെ പെണ്ണിൻ്റെ ഒരു രോമത്തിൽ തൊടടാ. അവളെ മയക്കി കിടത്തിയിട്ടല്ല, കെട്ടിയിട്ടിട്ടുമല്ല, അവളായിട്ട് സഹകരിച്ച്. എങ്കിൽ നിന്റെ ഉച്ഛിഷ്ടം ഞാൻ ഭക്ഷിച്ചോളാം. നിന്നെപ്പോലെ ആണും പെണ്ണും കെട്ടവൻ എൻ്റെ വാക്ക് സ്വീകരിക്കുമോ എന്നറിയില്ല, കാർത്തി അവന് വാശി കയറ്റും പോലെ പറഞ്ഞു. തുടരും.